ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. 1 kg അളവിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ അരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് മൈദയാണ് ഇട്ട് എടുക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കട്ടോ. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചതും 1/2 ടീസ്പൂണ് ജാതിക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്തിട്ട് ഫ്ലോർ മാറ്റി വെക്കട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് സ്പൈസസ് ചേർക്കുമ്പോൾ സ്പൂൺ ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീടാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ പിന്നെ ആ ഒരു സ്പൈസസ് ബാക്കി കുറച്ച് ഞാൻ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബീറ്ററിൻ്റെ ലോ സ്പീഡിൽ ഇട്ടിട്ട് ഈ ബട്ടർ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ കേക്കിലേക്ക് ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ എടുക്കേണ്ടത്. ഇപ്പോൾ ബട്ടർ നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ക്രീം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഷുഗർ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ ബൗളിന് മുകളിലേക്ക് വന്നിട്ടുള്ള ഒരു ബട്ടറും ഷുഗർ മിക്സൊക്കെ ഇത് സ്പാറ്റിൽ വെച്ച് താഴേക്ക് ആക്കി കൊടുക്കട്ടോ. എന്നിട്ട് വീണ്ടും അത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഷുഗറൊക്കെ നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 3 എഗ്ഗാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോരോ എഗ്ഗായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ എഗ്ഗൊക്കെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ബീറ്റർ ഓഫ് ആക്കാം. ഇനി എഗ്ഗ് മിക്സിലേക്ക് ഫ്ലോർ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലോർ മുഴുവനായിട്ടും ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 ബാച്ചായിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് പിന്നെ സ്പാറ്റിൽ വെച്ച് മെല്ലെ ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു ഫ്ലോർ മിക്സ് ചെയ്തെടുക്കാം. ഫ്ലോർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ക്യാരറ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 250 ഗ്രാം ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചീക്കി എടുത്തതിന് ശേഷമുള്ള അളവാണ് കേട്ടോ 250 ഗ്രാം. അപ്പോൾ ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മെല്ലെ ഫോൾഡ് ചെയ്തിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റ് മുഴുവനായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 കപ്പ് ചോപ്പ് ചെയ്തിട്ടുള്ള കാഷ്യൂനട്ട് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു നട്ട്സ് കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം പിന്നെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ ഒരു ലോഫ് പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കേക്ക് ടിന്ന് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബാറ്റർ മുഴുവനായിട്ടും കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം പിന്നെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കേക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ഡെക്കറേഷനായിട്ട് ടോപ്പിൽ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഡിഗ്രിയിൽ ഒരു 40 to 45 മിനിറ്റാണ് കേട്ടോ അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. അങ്ങനെ 45 മിനിറ്റ് ആയപ്പോഴേക്കും കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കേക്കൊക്കെ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അതിന് കേക്ക് ഈ ഒരു കേക്ക് ടിന്നിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതുപോലത്തെ കേക്കൊക്കെ കേക്ക് ടിന്നിൽ നിന്ന് എടുക്കുമ്പോൾ നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം എടുക്കട്ടെ. നമ്മൾ ആ ഒരു ചൂടോട് കൂടി ടിന്നിൽ നിന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ കട്ട് ചെയ്യുമ്പോൾ മുഴുവനായിട്ട് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഒരു ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കേക്കിൻ്റെ ടെക്സ്ചർ കണ്ടാൽ തന്നെ അറിയട്ടോ, നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇനി കേക്കിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. അപ്പോൾ 1 kg 243 ഗ്രാമാണ് കേക്കിൻ്റെ വെയിറ്റ് വരുന്നത്.
കുറച്ച് ഒരു ബേസിൻ്റെ വെയിറ്റ് ഒന്ന് മൈനസ് ചെയ്യാനുണ്ടാവും. എന്നാലും 1 kg ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു കേക്ക് കഴിക്കാനായിട്ട് നല്ല റിച്ച് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ പറ്റുന്നവർക്ക് എന്തായാലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയാനായിട്ട് മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.